Hello all. So, in this video, we will discuss JEE 2023 mains result. ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുന്നത് സർ എന്താ അനാലിസിസ് പറയാത്തത് സർ എന്താ അനാലിസിസ് പറയാത്തതെന്നാണ്. ഇന്ന് ഞാൻ അത് അനലൈസ് ചെയ്യാൻ പോവാണ്. റിസൾട്ട് എന്നുള്ള ഇൻസൈറ്റ്സ് എന്തെല്ലാമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ, നിങ്ങളൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങളൊരു ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ അനാലിസിസ്, നിങ്ങളുടെ ഒബ്സർവേഷൻസ് കമന്റ് ചെയ്യുകയും ചെയ്യുക. വി നീഡ് ടു ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ ഓൺ ദിസ്. സോ സാധാരണത്തെ പോലെ തന്നെ കേരളം എന്താണ് വളരെ മോശമായിട്ടാണ് ജനറലി പെർഫോം ചെയ്യാറുള്ളത്. ഈ വർഷവും സ്ഥിതി വളരെ വ്യത്യാസമുള്ളതല്ല. ചില കാര്യങ്ങളിൽ നമുക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്, ചില കാര്യങ്ങളിൽ ലോ പോയിന്റ് ഉണ്ട്. അതെന്താന്നുള്ളത് പറയാം. പക്ഷെ ഓൺ ആവറേജ്, ഒരു നാഷണൽ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് കാണാൻ സാധിക്കും. ആദ്യമായി തന്നെ നമുക്ക് എന്താണ് ഒരു കീ ഹൈലൈറ്റ് ആയി പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഒരു ടോപ്പ് 20,000 വന്നിട്ടുള്ള ആളെക്കാളും കൂടുതൽ ആളുകൾ ഇത്തവണ ടോപ്പ് 20,000 വന്നിട്ടുണ്ട്. ഒരു 100+ ആളുകൾ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇത്തവണ ടോപ്പ് ഒരു 20,000 വന്നിട്ടുണ്ട്. ഒരു ടോപ്പ് 10,000 സിമിലർ ആയി തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഇത്തവണയും. ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മുടെ ഒരു ഡിസപ്പോയിൻമെന്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് 1000 കഴിഞ്ഞ തവണ 16 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ വെറും 6 ആളുകൾ മാത്രമാണുള്ളത്. ഓക്കെ, അതായത് ഒരു 10 ആളുകളുടെ കുറവ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കീ ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ബാഡ് പെർഫോമിംഗ് ആണ്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ടോപ്പ് 1000 ഒരു 6 ആളുകൾ അല്ലെങ്കിൽ 16 ആളുകൾ എന്നുള്ളതൊക്കെ നമുക്ക് ജനറലി ഉണ്ടാവാറുണ്ട്. ഈവൻ ഞാൻ പറയുന്ന ഒരു 10 വർഷം മുമ്പ് 2010 ഞാൻ എഴുതിയപ്പോൾ എൻ്റെ റാങ്ക് 650 ആയിരുന്നു. അന്ന് JEE മെയിൻസ് ഇല്ല, ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ. അപ്പോൾ അന്ന് 650 എൻ്റെ കേരള റാങ്ക് 80 ആണ്. ദാറ്റ് മീൻസ് ഒരു 15ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നും ആ ടോപ്പ് 1000 വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ വെറും 6 ആളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടോപ്പ് റാങ്ക്സിൽ നമ്മൾ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇൻ ജനറൽ ടോപ്പ് 20,000 നമ്മൾ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നീറ്റിലോട്ട് കൂടുതൽ കുട്ടികൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ഇനി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ കുട്ടികൾ, കാരണം പ്രത്യേകിച്ച് ഒരു AI പുതിയ ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കുട്ടികൾ JEE ആസ്പിറൻസ് ആയി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇതിനുള്ള റീസൺസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അണ്ടർ പെർഫോം ചെയ്യാനുള്ള റീസൺസ്? നമ്മൾ ടോപ്പ് റാങ്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ടോപ്പ് റാങ്ക്സ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല ഫൗണ്ടേഷൻ ഉള്ള കുട്ടികളിൽ നിന്നാണ്. ഒരു ടോപ്പ് ഒരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കുട്ടികളുടെ അടുത്താണ് ഈ ടോപ്പ് റാങ്ക്സ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഭൂരിഭാഗം ആളുകളും ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലൂടെ കടന്നുപോയ ആളുകളാണ്. ഭൂരിഭാഗം ആളുകളും റിപ്പീറ്റേഴ്സ് അല്ല, 12th വന്ന ആളുകളാണ്. ഓക്കെ, നേരിട്ട് 12th ഓൺഗോയിങ് ബാച്ചിൽ എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ ഒരു 7th 8th മുതൽ JEEക്ക് വേണ്ടി റിഗറസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോയിക്കൊണ്ട് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ XNY ലേണിംഗ് എന്നുള്ളൊരു ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സാണ്. 8th 9th 10th ഫൗണ്ടേഷൻ കോഴ്സാണ്. നമ്മൾ മറ്റ് ജോലിയുടെ ഇടയിൽ, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യേണ്ട, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങാൻ ആലോചിച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, നിങ്ങൾക്കൊരു നീറ്റ് കോച്ചിങ് തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഒരു JEE കോച്ചിങ് തുടങ്ങിക്കൂടെ എന്നുള്ളത്. കാരണം വളരെ സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ, ഫൈനാൻഷ്യലി നോക്കുമ്പോൾ 50,000 60,000 ഫീസ് വാങ്ങാം, അല്ലെങ്കിൽ 1 ലക്ഷം ഫീസ് വാങ്ങാം. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വരും. ഈ IIT ടാഗോ മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ വരും. കുട്ടികൾക്ക് ഓൾറെഡി ആവശ്യമുണ്ട്. നീറ്റ് കോച്ചിങ്ങിന് നോക്കുന്ന ആളുകളുണ്ട്, JEE കോച്ചിങ്ങിന് നോക്കുന്ന ആളുകളുണ്ട്. ഓരോ ദിവസവും എന്നെ വിളിച്ച് പല പാരൻസ് ചോദിക്കാറുണ്ട്, നിങ്ങൾ JEE കോച്ചിങ്ങിന് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കൊടുത്തുകൂടെ, ഞങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങൾ പല ആൾക്കാരും യൂട്യൂബിൽ ദിവസം എനിക്ക് കമൻറ്റ് വരാറുണ്ട്, സാർ എന്താ JEE കോച്ചിങ് തുടങ്ങാത്തത്, JEEക്ക് ക്ലാസ് യൂട്യൂബിൽ എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ JEE എന്നുള്ളൊരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം 11th 12th ക്രൂഷ്യലാണ് 8th 9th 10th എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ ഫൗണ്ടേഷൻസ്, നമ്മുടെ ബേസിക്സ് എത്രത്തോളം സ്ട്രോങ് ആണ്, നമ്മുടെ മാത്തമാറ്റിക്സ് എത്രത്തോളം സ്ട്രോങ് ആണ്, നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എത്രത്തോളം അറിയാം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 11th 12th ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു റിഗറസ് പ്രിപ്പറേഷനിലൂടെ വന്ന, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത കുട്ടികൾക്കാണ് ഏറ്റവും ബെസ്റ്റ് റാങ്ക് കിട്ടുക എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ XNYയുടെയും ഒരു
ലക്ഷ്യം അതാണ്. 11th 12th മേ ബി കുറെ കൂടി കുട്ടികളെ ഞങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പാരൻസിനോട് സംസാരിക്കുമ്പോൾ എന്തിനാ 8th 9th 10th നമുക്ക് 11th 12th കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ പോരെ, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊരു എന്ത് ചെയ്താൽ പോരെ, നമുക്ക് വല്ല എൻട്രൻസ് കോച്ചിങ്ങിന് ചേർത്താൽ പോരെ എന്നാണ് പല പാരൻസും ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഈ എഡ്യൂക്കേഷൻ നടക്കാതെ നമ്മൾ നേരത്തെ തന്നെ ഇത്തരം എക്സാംസിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ നടക്കാതെ ഈ ഒരു ക്രൈസിസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളൊരിക്കലും നമ്മളൊരിക്കലും മേലോട്ട് വരില്ല. നമുക്ക് നല്ല റാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ്, നിങ്ങൾ 8th 9th 10th നിങ്ങൾ നന്നായിട്ട് കുട്ടികളെ ഒന്നുകൂടി ബേസ് സ്ട്രോങ് ആക്കി, ഒന്നുകൂടി കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്സ് സ്ട്രോങ് ആക്കുന്ന രീതിയിൽ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് XNYയുടെ ഫൗണ്ടേഷനിൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസിന്റെ പാരൻസോ കുട്ടികളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, പിൻഡ് കമന്റ് അല്ലെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഫൗണ്ടേഷൻ എന്നൊന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക, അജ്മൽസ് ക്ലാസ് റൂം എന്നോ ഫൗണ്ടേഷൻ എന്നോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. രണ്ടാമത്, ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നം, ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമാണ്, ഫ്യൂച്ചറിൽ വലിയ പ്രശ്നമായി മാറിയേക്കാവുന്ന ഒരു സംഭവം നമ്മുടെ ഒരു കോച്ചിങ് കൾച്ചറിൽ വന്നിട്ടുള്ളൊരു ഷിഫ്റ്റാണ്. ഓക്കെ, ഈ കോച്ചിങ് കൾച്ചറിൽ വന്നിട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം കുട്ടികളെല്ലാവരും യൂട്യൂബിൽ ക്ലാസ്സസ് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ലൈവ് ക്ലാസ്സസ് യൂട്യൂബിൽ ഒരുപാട് എക്സാംസിൻ്റെ തലേന്ന് മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ലൈവ് ക്ലാസ്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നോക്കുമ്പോൾ ഞാൻ തന്നെ കാണുന്നത് 2-3 ടൈപ്പ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഒരു കുട്ടികളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ മോട്ടോറാക്കുക എന്ന് പറയാം അല്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ കുറേ കളിയും തമാശയും ചിരിയൊക്കെ ആയിട്ട് ഒക്കെ നല്ല തന്നെയാണ്, നല്ല സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ആണ്. ഞാൻ റിയലി അപ്രീഷിയേറ്റ്, ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്യുന്ന ആളുകളെ ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഒരു നല്ല സെറ്റ് ഓഫ് കുട്ടികൾക്ക്, എബോ അവറേജ് ആയ കുട്ടികൾക്ക് അതാണോ വേണ്ടത്, അതല്ല കുറച്ചും കൂടി ഒരു ക്വാളിറ്റി കണ്ടന്റ് ആണോ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാളിറ്റി കണ്ടന്റും അവൈലബിൾ ആക്കുന്ന ആളുകളുണ്ട്, അത് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻഡിവിജ്വൽസോ സെന്റേഴ്സോ ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അത്രത്തോളം ഒരു റീച്ച് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണല്ലോ അതിന്റെ യാഥാർത്ഥ്യം അല്ലേ. അപ്പോൾ ഒരു സൂപ്പർഫിഷ്യൽ കൾച്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വഴിയെ പോകുന്ന എല്ലാവരും വിളിച്ചിട്ട് നിന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം, നിന്നെ ഞാൻ IIT എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഇത് വർക്ക്ഔട്ട് ആവില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു JEE കോച്ചിങ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ JEEക്ക് നമുക്ക് അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഉള്ള ഒരു കപ്പ് ഓഫ് ടീ അല്ലത്. അതിനോട് ആപ്റ്റിറ്റ്യൂഡുള്ള, അതിനോട് താല്പര്യമുള്ളവർ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ബേസിക്കലി ചെയ്യേണ്ടത്. നീറ്റ് ആവട്ടെ JEE ആവട്ടെ. അപ്പോൾ അത്തരൊരു കൾച്ചറിലോട്ട് നമ്മൾ മാറുന്നു. ആ കൾച്ചറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒരു എബോ ആവറേജ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വേണം. അത് 8th to 10th ആവട്ടെ, 11th 12th റിപ്പീറ്റിംഗ് ആവട്ടെ, അവർ കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലോട്ട് വരണം. ഇപ്പോൾ ഒരു 8th 9th 10th അല്ലെങ്കിൽ 11th 12th കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ട്യൂഷൻ. സ്കൂളിൽ പഠിച്ച കാര്യം തന്നെ വീണ്ടും ട്യൂഷനായിട്ട്, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ഒരു ട്യൂഷൻ സെന്റർ ചേർന്നിട്ടുണ്ടാവും. സ്കൂൾ ഇതേ കാര്യം പഠിക്കും, എന്നിട്ട് ഓൺലൈനായിട്ട് പരീക്ഷയുടെ തലേന്നോ അല്ലാത്ത ദിവസം ലൈവിൽ വന്ന് ഇതേ സംഭവം പഠിക്കും അല്ലേ. ഒരു വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ്. അതിന് പകരം ഇപ്പോൾ XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഒരു 8th to 10th കുട്ടികൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്, അതല്ലെങ്കിൽ ഒരു 11th 12th JEE ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഒരു നല്ല സ്ട്രാറ്റജിയോട് കൂടിയിട്ട് അതിന് വേണ്ടി പഠിക്കുക അല്ലെ. ഈ രീതിയിൽ വേണം നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അല്ലാത്ത പക്ഷം അത് നമുക്ക് റിസൾട്ട്സിൽ ഡിട്രിമെന്റൽ ആയിട്ട് വരും. നമുക്ക് നല്ല ആവേശമൊക്കെ കിട്ടും, നമുക്ക് നല്ല ക്ലാസ്സസ് ഒക്കെ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് ടീച്ചേഴ്സ് ഒക്കെ. ആ രീതിയിൽ ക്ലാസ് എടുക്കുന്നവരോട് എനിക്ക് നല്ല ബഹുമാനമാണ്. കാരണം അത് വലിയൊരു സ്കില്ലാണ്. ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് ടീച്ചർ മാറുക എന്നുള്ളത് വലിയൊരു സ്കില്ലാണ്. പക്ഷേ എല്ലാ കുട്ടികൾക്കും അതല്ല വേണ്ട. അത് വേണ്ട കുട്ടികളുണ്ടാവും, അത് അവരതിന് പോവുക. പക്ഷെ അതല്ലാത്തത് വരുന്ന എല്ലാവരെയും ആവറേജിലോട്ട് വലിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. താഴെയുള്ളവനെ മേലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ആവറേജ് ഉള്ളവനെ എബോ ആവറേജ് ആക്കാൻ ശ്രമിക്കണം. എബോ ആവറേജ് ഉള്ളവനെ ഏറ്റവും ബെസ്റ്റിലോട്ട് എത്തിക്കാൻ ശ്രമിക്കണം. അതിലല്ലാതെ എബോ ആവറേജ് ഉള്ളവനെ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് വലിച്ചിട്ട് അവനെ ആവറേജിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കുട്ടികളോടും പാരൻസിനോടുള്ള ഉപദേശമാണ്. ക്ലാസ് എടുക്കുന്നവർ അത് ആ രീതിയിൽ എടുത്തുകൊണ്ടേയിരിക്കും. കാരണം അതിനുള്ളൊരു ഓഡിയൻസ് ഉണ്ട്, അത് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ വലിയൊരു ഗുണമാണ് അത്ര നല്ല ടീച്ചേഴ്സിനെ നമുക്ക് ഒരു വളരെ ഫണ്ണായിട്ട് ക്ലാസ് എടുക്കാൻ കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിനപ്പുറം സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് വേണ്ട കുട്ടികൾ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റിലോട്ട് വന്നില്ലെങ്കിൽ അത് വളരെ സീരിയസ് പ്രശ്നമാണ് എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ പ്രശ്നം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്. എത്രത്തോളം നമുക്ക് മാത്സ് അറിയാം. JEE പോലത്തെ ഒരു എക്സാമിന് മാത്സ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്.
മാത്സ് ഇല്ലാതെ നിങ്ങൾ ഭൂരിഭാഗം കുട്ടികളുടെയും പെർസെൻറ്റേജ് എടുത്ത് നോക്കാം. എനിക്ക് ഒരുപാട് സ്കോർ കാർഡ്സ് വന്നിരുന്നു. ഭൂരിഭാഗം കുട്ടികളുടെയും പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ലോവർ പെർസെൻറ്റേജ് ഉള്ളത് മാത്സിലാണ്. അവരുടെ ഒരു 2-3% കുറച്ചിട്ടുള്ളത്. ഒരു 99 പോകേണ്ട ആൾക്കാർ 96 എത്തി നിൽക്കാനുള്ള കാരണം മാത്സിൽ അവർ വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ മാത്സിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ എക്സ്ട്രീംലി മോശമാണ്. അതിൽ തീരെ റിഗറസ് അല്ലാത്ത ഒരു സിലബസ് ആണ് സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം. ഇനി കുട്ടികൾ പഠിക്കുന്ന രീതി, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത ടീച്ചേഴ്സാണ്. മാത്സിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരല്ല മാത്സിൽ പലപ്പോഴും പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ടീച്ചറോടുള്ള വെറുപ്പാണ് പലപ്പോഴും കുട്ടിക്ക് മാത്സ് എന്നുള്ള സബ്ജക്റ്റിനോടുള്ള വെറുപ്പായി മാറുന്നത്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ മാത്സ് ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ മാത്സ് ലേണിങ്ങിൽ ഒരു നല്ലൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് സാധിക്കണം. ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 50% കുട്ടികൾക്കും, ഇപ്പോൾ എയ്സർ സർവേയിൽ വന്ന റിസൾട്ട് 50% കുട്ടികൾക്കും കേരളത്തിൽ ഹരിക്കാൻ അറിയില്ല, ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. ഈ കുട്ടികൾ എങ്ങനെയാണ് JEE ലെവൽ പ്രോബ്ലം ചെയ്യുക? ഈ കുട്ടികൾ എങ്ങനെയാണ് ട്രിഗ്നോമെട്രി ചെയ്യുക, വെക്ടർ ആൾജിബ്ര ചെയ്യുക? അതേപോലെ തന്നെ ഈ കുട്ടികൾ എങ്ങനെയാണ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, ഇവരെങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല മാത്തമാറ്റിക്കൽ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരു കുട്ടി വരുമ്പോൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ബേസിക് മാത്ത് പ്രോഗ്രാം ഉണ്ട്. ആ ബേസിക് മാത്ത് പ്രോഗ്രാം അവർക്ക് കൊടുക്കും. ഇത് ശരിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഫൗണ്ടേഷനിലോട്ട് കടക്കുള്ളൂ. കാരണം ഇതില്ലാതെ നമുക്ക് ഫിസിക്സോ കെമിസ്ട്രി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ ഈവൻ 11th 12th നിങ്ങൾക്ക് മാത്സ് ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും ചില പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് മാത്ത് ഇപ്പോൾ എക്സാം വൈൻ ഒരു ബേസിക് മാത്ത് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 11th 12th കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാത്സ് അപ്സ്കില്ലിംഗ് എന്നുള്ളത് നമ്മൾ കറക്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ഇക്ബാൽ സാർക്ക് എപ്പോഴും എന്നോട് പറയും, നിങ്ങൾ മങ്കി മാത്താണ് പഠിപ്പിക്കുന്നത്, അല്ലേ? ശരിക്കും ഒരു കുരങ്ങന്റെ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഒരു പൊടിക്കൈകൾ, അല്ലേ? നമുക്കെപ്പോഴും നേരത്തെ പറഞ്ഞൊരു ട്യൂഷൻ കൾച്ചർ പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ വരും, ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ടിനപ്പുറം റിയൽ മാത്തമാറ്റിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കപ്പെടുന്നില്ല. 4ാമത്തെ പ്രശ്നം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ് JEE എഴുതുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ JEE എഴുതുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് അതിനോട് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഈ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, സയൻസിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ടെക്നോളജിയോട് താല്പര്യമുണ്ടോ? അല്ലാത്തവരുടെ എല്ലാവരുടെയും ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് എവരിവൺസ് ടീ, അല്ലേ? എല്ലാവർക്കും പറ്റിയൊരു സംഭവമല്ല JEE എന്നുള്ളത്. ഈവൻ നീറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ഏത് എക്സാം ആയാലും നമുക്കതിൽ റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട് അനാലിസിസ്. ഞാൻ കഴിഞ്ഞ തവണ ചെയ്തതിൽ കൂടുതൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. കാരണം അതേപോലത്തെ റിസൾട്ട്, അതിനേക്കാളും മോശമായ റിസൾട്ട്സിലാണ് ടോപ്പ് റാങ്ക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് റാങ്ക്സിൽ മോശമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും IIT പോലുള്ള NIT പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ മിടുക്കരായ കുട്ടികൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. നമ്മുടെ കുട്ടികൾക്ക് മിടുക്കില്ലാഞ്ഞിട്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ മോശക്കാരായിട്ടല്ല, അവർക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതോ നമ്മൾ ഒരു സാധാരണക്കാരായി ആവറേജ് ഔട്ട് ചെയ്ത് അവരെ തളച്ചിടുകയാണോ ചെയ്യുന്നത്? 8th 9th 10th നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയെ വീണ്ടും ട്യൂഷന് വിട്ട് നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല, അവനെ അപ്സ്കില്ലിംഗ് ചെയ്ത് അവരെ നെക്സ്റ്റ് ലെവൽ പ്രോബ്ലം സോൾവിങ്ങിലോട്ട് കൊണ്ടുവരികയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് പാരൻസും ടീച്ചേഴ്സും കുട്ടികളും ചോദിക്കേണ്ട ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, ഏറ്റവും കീ ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ. ഈ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, കോർഡിനേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് 8th സ്റ്റാൻഡേർഡ് തൊട്ട് അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ ഒരുപാട് കുട്ടികൾ USS എഴുതുന്നു, ഒരുപാട് കുട്ടികൾക്ക് USS സ്കോളർഷിപ്പ് കിട്ടുന്നു. അവർക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നു? അവരിൽ എത്ര ആൾക്കാർ IIT എത്തുന്നുണ്ട്? അവരിൽ എത്ര ആൾക്കാർ നീറ്റിൽ ടോപ്പ് സ്കോറേഴ്സ് ആവുന്നുണ്ട്, കുവൈറ്റിൽ ടോപ്പ് സ്കോറേഴ്സ് ആവുന്നുണ്ട്? ഇല്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം, അല്ലേ? നമ്മളെ പല കുട്ടികൾക്കും NMF സ്കോളർഷിപ്പ് കിട്ടുന്നു. അവരെ ആ ഒരു മീഡിയോക്രിറ്റിയിൽ തളച്ചിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ഒരു 1000 രൂപ സ്കോളർഷിപ്പ് കിട്ടി, വാട്ട് എവർ, എന്താ അതുകൊണ്ട് കാര്യം? ഒരു 1000 രൂപ കിട്ടി എന്നുള്ളതാണ് കാര്യം. അതല്ല, ഇത്തരം സ്കോളർഷിപ്സ് അവരെ നെക്സ്റ്റ് ലെവലിലോട്ട് പ്രൊപ്പൽ ചെയ്യാനുള്ള ഒരു ലോഞ്ചിങ് പാഡായിട്ട് നമ്മൾ മാറ്റുകയാണോ വേണ്ടത്? ഇതാണ് കീ ആയിട്ട് എഡ്യൂക്കേറ്റേഴ്സ്, ഇതാണ് കീ ആയിട്ട് പാരൻസും കുട്ടികളും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതില്ലാത്ത കാലത്തോളം നമ്മുടെ മോശം റിസൾട്ട്സ് തുടർന്നുകൊണ്ടേയിരിക്കും. റിസൾട്ട്സ് മോശമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടെൻഷനാണ്, പോരാ, കോച്ചിങ് സെന്റർ പോരാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിലപിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ ആക്ച്വൽ സൊല്യൂഷൻ ലൈസ് ഇൻ വാട്ട് ബേസിക്സ് വി ഹാവ്, വാട്ട് കൈൻഡ് ഓഫ് സ്ട്രക്ചർ വി ഹാവ്. അത് ബിൽഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു വിഷൻ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ബിൽഡ് ചെയ്യാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു മെസ്സേജോട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഹൂഎവർ മേക്ക് ദിസ് യൂസ്ഫുൾ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്, ബൈ.